സുമേഷേ സുമേഷേ എടാ സുബേർക്കാന്റെ പോലെ എന്തോ ഒച്ചപ്പാട് എന്നങ്ങ് നീക്കി അപ്പുറത്തേക്കല്ലേ കക്കാനുള്ളത് കള്ളല്ല മുക്കാനുള്ളത് മുക്കല്ല കക്കാനുള്ളത് കള്ളല്ല മുക്കാനുള്ളത് മുക്കല്ല മൂളിപ്പാട്ടും പാടിപ്പാടി ചൂളം കുത്താതോടിച്ചാടി മൂളിപ്പാട്ടും പാടിപ്പാടി ചൂളം കുത്താതോടിച്ചാടി ചന്നം പിന്നം തെന്നി തെന്നി പയ്യെ ആരാരോ പൊന്നും പണ്ടോ പോയേ പിന്നെ കാശും തട്ടിപ്പോയേ പൊന്നും പണ്ടോ പോയേ പിന്നെ കാശും തട്ടിപ്പോയേ പൊക്കാനുള്ളവൻ കള്ളൻ പടിചാടി കയറിയ കള്ളൻ പിന്നെ പൊക്കിപ്പോയവൻ കള്ളൻ 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 ഇവ കള്ളൻ അതിലെ സൈഡ് കൊണ്ട് ടോർച്ചടിയടാ അവിടെ ഇങ്ങോട്ട് വെക്ക് നാട്ടു ഞാൻ ചവിട്ടി ഓടിക്കുന്നു ഓനിക്ക് അങ്ങോട്ട് ഇടവുണ്ട് ഇതിലാണ് അങ്ങോട്ട് ഓടിയത് അങ്ങോട്ട് ഓടി നമ്മൾ അവിടേക്ക് ഒന്ന് നോക്കാം. എടാ രാജന്റെ പറമ്പിലേ പൊട്ടങ്കണറുണ്ട് അതില് പോയി ചാടാൻ നിക്കണ്ട കേട്ടോ. ഓനെ കിട്ടിക്കാണെങ്കിൽ രണ്ടെണ്ണം ഓന് വെറുതെ കിട്ടിയാലേ നാട് ആ പൊട്ടിക്കുന്നു.
അശോക, ആ ഈ എടാ ഉള്ളത് ഒന്ന് കാണണല്ലോ. പിന്നെന്താ, നിന്നെ ഞാനൊന്ന് കാണാൻ നിൽക്കുക. നീ പറഞ്ഞോ സ്ഥലവും സമയവും. എന്താ? ഞാൻ ആ പഴയ ചേരിമില്ലിന്റെ അടുത്തുണ്ടാവും. നീ അവിടേക്ക് വന്നാൽ മതി. എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശരി, എന്നാ ഇപ്പൊ തന്നെ ഞാൻ വരാം. എന്തേ? ഓക്കെ, ഞാനവിടെ കാണും. എന്റെ മോനെ, ഞാനേ ഇന്ന് ബാങ്കിൽ പോയിനു. ബാങ്കിലോ? എന്തിന്? എന്റെ ലോണിന്റെ കാര്യത്തിന്. എന്നിട്ട് അപ്പോഴാണ് നമ്മളെ സുബൈർ ഖാൻ കണ്ടത്. ഏത്? നമ്മളെ ദുബായ്ക്കാട് സുബൈർക്കാ? ആ മൂപ്പരെ നമ്മൾ ഇസ്മായിൽ ഖാന്റെ അനിയല്ലേ, മൂപ്പരെ വീടും സ്ഥലവും കച്ചവടാക്കിന്ന്. നേരല്ലാത്ത നേരത്തെ ഇതിനാണ് എന്നെ ഇപ്പം കൂട്ടി വിളിച്ചു വരുത്തി. എടാ, അയാള് വീട് സ്ഥലം വാങ്ങിയിട്ട് നമുക്കെന്ത് കാര്യമുള്ളത്? ഓ അതല്ലാന്ന്. പിന്നെ മൂപ്പരെ ആ പൈസ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. ആ വീടും സ്ഥലവും വാങ്ങിയതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബാങ്കിൽ വന്ന് പൈസ എടുത്ത്. മനസ്സിലായോ? എന്നിട്ട് ഇന്ന് രാത്രി ആ പൈസ നമുക്ക് അടിച്ചു മാറ്റണം. ഇപ്പോഴാണ് നാസറെ കാര്യങ്ങൾ ഒരു ഗുട്ടൻസ് പിടികിട്ടിയത്. ഈ പറ, എന്താ നമ്മളെ പരിപാടി? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്നാ ഇന്ന് രാത്രി 2 മണി. ഓ ഓക്കെ, എന്നാ കാണാ. ഓക്കെടാ.
സ്വിച്ച് ഓഫ്. അശോകനെ പറ്റിച്ചെന്നാ തോന്നി. ആ പൈസയായിട്ടോ മുങ്ങി. എന്നോടിത് വേണ്ടായിരുന്നു. ഈ ഐഡിയയിലോട് പറഞ്ഞു തന്നിട്ടേ. അശോക, എന്നെ ഞാൻ വിടൂല. എന്നെ ഞാൻ വിടൂല. ഓ നാസറേ, ആ, നടന്ന മനുഷ്യൻ്റെ ഉപ്പാടിറങ്ങിയോ? ആന്ന്. ഈ പറഞ്ഞ വീട് തന്നെയാണോ? അല്ല, അപ്പം ഇങ്ങനെ നോക്കാൻ എൻ്റെ അമ്മായിൻ്റെ വീടറ്റത്? ഇനി ഇന്ന് നാട്ടുകാരനൊന്നും അല്ലേ? എൻ്റെ ബോധവും പോയോ? ബോധം പോയിട്ടൊന്നല്ല നാസറേ. എനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഇങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്ക് എല്ലാ ബോധമുണ്ട്. ബോധമുണ്ട്. ഇപ്പൊ അതൊക്കെ പറയാ, അടുത്തപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരല്ല. പിന്നെ ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. അതൊന്നേ ഇന്നെ പഠിപ്പിക്കണമല്ല. ഞാനേ ഇതൊന്നും നിലയിൽ തുടങ്ങിയല്ല. എൻ്റെ ബാപ്പയ്ക്ക് ഇതല്ലേ പണി പണ്ട്. എടാ അശോക, നീ എന്റെ വീട്ടിലിരിക്കുന്ന ബാപ്പൻ പറയാൻ നിൽക്കണ്ട. ചേലക്കാതെ കൊണ്ട് വാ അങ്ങോട്ട്. ഏട്ടേ, പിന്നെ അതിലെ പോയ മുന്നിൽ കൂടിയാ. ഇതിലെ വാ വാ, ബാഗ് കൂടെ വാ. മെല്ലെ മെല്ലെ, പതുക്കെ പതുക്കെ. കൊടുവാളെടുത്തല്ലേ? ഓ വാ, മെല്ലെ വാ. പാമ്പൊന്നുമില്ലേക്കും. പാമ്പൊക്കെ ഉണ്ടോ നോക്കാം. കൈപിടി മകർ. മൂതിക്കുട്ടൻ്റെ കഥ. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. അതിലെ പോ. ഓ ബക്കടിക്കുന്നു. അങ്ങോട്ട് ആദ്യം
എടാ കള്ള പന്നി, നീ എന്നെ പറ്റിച്ചില്ലേ? എന്നെ ഞാൻ വിടൂലടാ. എടാ കള്ളം, ഇന്ന് കൂടെ വെറുതെ പറയിപ്പിക്കണ്ട. എടാ ആ ഓട്ടത്തിനുള്ളിൽ ഞാനതൊരു പൊട്ടക്കറ്റിന്റെ നാട്ടിൽ എന്തോരം വൈകിട്ട് ഒരു മനുഷ്യനോടാനി, എന്നിട്ടൊരു പൊട്ടങ്കറ്റ് പോയാ ഈ ചാടിയേ. ഇനിയിപ്പോ തേടെ അയക്കല്ലോ. എവിടെയാന്ന് കൃത്യമായിട്ട് അറിയില്ല. മോളിന്ന് ഓടി നടക്കുന്ന ആളുകൾ പറയുന്ന കേട്ടാ ഏതൊരു രാജന്റെ വീടാന്ന് പറഞ്ഞു കേട്ട് അതിന്റെ അടുത്തുള്ളൊരു പൊട്ടക്കിണറാ. രാജനോ? ആ മേലേടുത്ത രാജന്റെ പറമ്പിൽ ഒരു പൊട്ടക്കിണറുണ്ടല്ലോ. നീ എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കടാ. അല്ല, നീ ഒരു കൈങ്ങ് തോട്ടത്തു കൂടി ഓടിക്കുന്നോ? ആ, ഒരു കവുങ്ങ് തോട്ടത്തു കൂടി ഓടിയിട്ടുണ്ട് ഞാൻ. എന്നാ സംഭവം മനസ്സിലായി. നീ ഒന്ന് പെട്ടെന്ന് വാ. സ്ഥലയ്ക്ക് പിടിയിട്ടിരിക്കുന്നു. അടങ്ങി അടയിരുന്നോ? ഞാനൊരു കയറ് കിട്ടുമോ നോക്കട്ടെ. നീ പേടിക്കണ്ടടാ, ഞാനവിടെ എത്തും. ഓക്കെ, ഞാൻ വയ്ക്കുക. വേഗം വാട്ടോ. ഇത് നിർത്താണോ? എത്ര നേരമാണ് എന്നെ കാത്തിക്കുന്നത്? ഞാൻ കയറാൻ നോക്കട്ടെ. ഈ മരമൊക്കെ ഉറപ്പുണ്ടേ, ആരും വരുന്നില്ല വിചാരിക്കാം. ഈ നായ്ക്കൊക്കെ ഒന്ന് ഉറക്കൂല്ലേ മനുഷ്യനെ മെൻകെടുത്താനായിട്ട്. നിക്ക്, നോക്ക് നോക്ക് നോക്ക്, കയറടത്തിയ നോക്ക്. ലൊക്കേഷൻ എപ്പോഴും നാസറ, ഞാൻ ടൂറ് വന്നോന്നല്ല അവിടെ ലൊക്കേഷൻ തരാം. അത് ഈ ഫോണില് വേഗം. ഈ നട്ടപ്പാതിൽ പണ്ടാരടങ്ങനായിട്ട്. അല്ല നാസറേ, ഈ വരുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? ഞാൻ നാട്ടുകാരൊക്കെ വിളിച്ചല്ലേ വരുന്നേ. എല്ലാം നോക്കി അറിഞ്ഞു. അല്ല ചങ്ങായി, ഈ തിന്നാനൊന്നും വാങ്ങിയില്ല? മനുഷ്യനിവിടെ കുടല് കത്തുക വിശന്നിട്ട്. ഈ നട്ടപ്പാതിരിക്ക് തിന്നാൻ വാങ്ങാൻ എൻ്റെ അമ്മായിയപ്പനാണ് ഹോട്ടലിൽ ഓർന്നിക്കുന്നത്. ചേലക്കാണ്ടാണ് നിൽക്ക്. ആ വീണ വീഴ്ചയിലെ എന്റെ കാല് നല്ലൊരു അടി കുടുങ്ങിണ്ടെന്നാ തോന്നുന്നു. കാണിക്ക്. ഏടാ, ഏത് കാലിനാ? വലത്തെ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കാലുഞ്ഞി കളിക്കല്ലേ, എങ്ങനെങ്കിലും കേറി രക്ഷപ്പെടാൻ നോക്കാം നമുക്ക്. പിന്നെ അന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തണമെങ്കിലേ എനിക്ക് ഈ പൈസന്റെ 20% കൂടി എനിക്ക് തരണം. ഇതിന്റെ 20% എനക്ക്. ഒന്ന് പോനാസറ അവിടുന്ന്. പിന്നെ
അതെ ഈന്റെ മോളിലേക്ക് രക്ഷപ്പെടണമെങ്കിലേ അത് എന്നെ തരേണ്ടി വരും. ഇപ്പൊ ഈ ഞാനും കണക്കാ. എന്റെ പൈസ കൂടെ തന്നെ കളിക്കരുത് നാസറേ. ഇത് രണ്ടാക്കും കൂടിയുള്ളതാ. ഇതിന് ശതമാനത്തിന്റെ കണക്കൊന്നുമില്ല. നമ്മൾ തമാശ കളിക്കണം. നിന്നെ ഒറ്റ ഞാൻ തിരിച്ചോളാം. ഇത് മനസ്സിലാ. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടാളും ഒരേപോലെ അധ്വാനിച്ചിട്ട് കിട്ടിയത് ഇത് അണക്ക് മാത്രമുള്ളതല്ല. എന്റെ പൈസ വിടറാ. മതി മതി ഇനി മതി. അതെടാ വെറുതെ നട്ടപ്പാരിക്ക് ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അടിവിട്ടിട്ട് കാര്യമില്ല. തുടങ്ങിയാണ് അടിവിട്ടിട്ടില്ലേ. പിന്നെ ഇത് നമ്മൾ രണ്ടാളും ഒന്നിച്ച് അധ്വാനിച്ചതാ. അതില് ശതമാനത്തിന്റെ കണക്കൊന്നും വേണ്ട. ഇത് നേരെ പപ്പാതി എന്തേ ഓക്കെ അല്ലേ? പകുതി പകുതിന്ന് ഓക്കെ അല്ലേ? എന്നാ കൈകൂടെ കറടോ, അല്ലെങ്കിൽ വേണ്ട. ആദ്യം എന്നെ ഒന്ന് കയറ്റിവിടെ, എന്നിട്ട് ഞാൻ തന്നെ വലിച്ചു കയറ്റാ. അസല പിടിക്കണേ. ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്. പിടി പിടി പിടിക്കണേ. ഓക്കെ കെട്ടാണ്. അശോക കയറടാ. കയറോ? നടക്കോ? ഒന്ന് പോടാ. ഇത് എനിക്ക് മാത്രം കളിക്കല്ലേ.
പോടാ. എന്നെ പറ്റിച്ച് രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. തന്നെ ഞാൻ വിടൂലടാ. അശോക, ഇത് നാസരാടാ. തന്നെ ഞാൻ വിടൂലടാ. കള്ള നായിന്റെ മോനെ, ഞാൻ ഇവിടുന്ന് കേറി വിടാ. എനിക്ക് മനസ്സിലായില്ല. എത്തിയിരിക്കും. ഞാൻ ഇതിന്റെ മുകളിൽ കേറി കഴിഞ്ഞാല് ഞാൻ ഒരു പണി ഏൽപ്പിച്ചിട്ട് പോണ്ടേ? ഇങ്ങോട്ട് വന്നുപോയോ അവനോട്? ഇവിടെ എവിടെയെങ്കിലും കൊട്ടപ്പണറുണ്ടോ? പൊട്ടക്കിണറുണ്ടോ? ഒട്ടക്കിണറോ? ഈ നട്ടപ്പാതിക്കോ? ഇല്ലല്ലേ. ഇവനെന്താ പോവാ പോവാന്ന് വാ. എന്നാലും ഇവനെന്തിനാക്കി പൊട്ടക്കിണർ കൊതുക് എന്തോ